ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വഴുതനങ്ങ കൊണ്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരപ്പെല്ലാം ആ ഒരു വഴുതനങ്ങയിലെല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ എല്ലാം ഇതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മളിവിടെ മസാല ഫ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വഴുതനങ്ങ എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ആ വഴുതനങ്ങ എല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടും. അധികം മൊരിഞ്ഞ് വരണ്ട, അതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ്. അപ്പോൾ വഴുതനങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒന്ന് കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഞാനവിടെ വഴുതനങ്ങ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനവിടെ വഴുതനങ്ങ എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഈ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വശക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു വലിയ കപ്പ് അളവിൽ തൈരെടുത്ത് ഒന്ന് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഞാൻ ഇവിടെ കലക്കിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വഴുതനങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ആ വഴുതനങ്ങയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം. കാരണം ഈ ചട്ടിയിൽ നല്ല ചൂടുണ്ട്. ആ ഒരു ചൂട് ചെയ്തിരുന്നതിന് ആ ഒരു കറി നല്ലതുപോലെ ചൂടായി കിട്ടും. അങ്ങനെ നല്ല ടേസ്റ്റും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വഴുതനങ്ങ മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.